ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്ര സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ വേദയും വിനായകനായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ വേദ പറയുകയാണ്, നമുക്ക് ഒരു ഓട്ടോ പിടിച്ച് ഒരു സ്ഥലം വരെ പോകണ്ടെന്ന് ഒക്കെ പറയുകയാണ്. അപ്പോൾ വിനായകൻ ചോദിക്കുന്നത്, ഏത് സ്ഥലത്ത്? അതൊക്കെ പറയാം, ആദ്യം വിനായകേട്ടൻ എൻ്റെ കൂടെ എൻ്റെ കൂടെ വരുന്നതിന് പേടിയുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഞാൻ അനിയൻ്റെ ഭാര്യയല്ലേ. അപ്പോൾ ആ ജംഗ്ഷനിൽ നിന്നാലും ഓട്ടോ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടായിട്ട് നടന്ന് പോവുകയാണ്. എന്നിട്ട് അവരൊരു ബീച്ചിലാണ് ചെല്ലുന്നത്. അപ്പോൾ ഇവിടെ എന്തിനാണ് വേദ നമ്മൾ വന്നത്? ഒരു ചൂടുള്ള കാര്യം സംസാരിക്കാനാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നല്ല തണുപ്പും കൂടി കിട്ടുമല്ലോ എന്നൊക്കെ വേദ പറയുകയാണ്. അപ്പോൾ വിനായകൻ എന്തൊക്കെ ഒരു സംശയങ്ങൾ തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ വേദയും വിനായകനെയും കൂടാതെ മറ്റേ ദർശനും പിന്നെ വിക്രമിൻ്റെ മയക്കുമരുന്ന് കേസ് അന്വേഷിച്ച ഹമീദ് സാറും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ വിനായകന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ വേദ കാര്യത്തിലോട്ട് കടക്കുകയാണ്. ഞാൻ കാര്യം എന്തെന്ന് പറയാം. അപ്പോൾ അന്ന് ആ മയക്കുമരുന്ന് കേസ് ഉണ്ടായല്ലോ, അച്ഛൻ്റെ ബാഗിൽ മയക്കുമരുന്ന് വെച്ചത്. അപ്പോൾ അത് വിക്രമല്ലാന്ന് ഈ പോലീസുകാർക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. പിന്നെ അത് ആരാണ് വെച്ചത്? അപ്പോൾ വിക്രം ആവർത്തിച്ച് വിക്രമിനോട് അതൊന്ന് ചോദിച്ചപ്പോഴും വിക്രം സ്വയം കുറ്റം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് നമ്മുടെ വീട്ടിലുള്ള ഒരാളാണ് വെച്ചതെന്നാണ് ഞാൻ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിനായകൻ ചോദിക്കാൻ, അതൊക്കെ അന്ന് അവസാനിപ്പിച്ചല്ലേ കോടതി ആ കേസൊക്കെ, പിന്നെ അതെന്തിനാണ് ഇപ്പോൾ കൊത്തിപ്പൊക്കുന്നതൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ദർശനം പറയുകയാണ്, വേദ ആ കേസ് വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ അതാണ് വിനായകനെ വിളിച്ചതെന്നൊക്കെ ദർശനം പറയുകയാണ്. അപ്പോൾ വിനായേട്ട പറയൂ, ആ ഒരാൾ വിനായകനായിട്ട് അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാനല്ല, വേദ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിനായകൻ ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ എങ്കിൽ ശരി, നമുക്കെങ്കിൽ ഒരു വിക്രമിനെ കൊണ്ടൊരു കേസ് കൊടുപ്പിക്കുക എന്നൊക്കെ ഉള്ള രീതിയിൽ വേദ സംസാരിക്കുകയാണ്. നിങ്ങൾ കേസ് കൊടുക്കുക എന്തോ ചെയ്തോളൂ, പക്ഷേ ഞാനല്ല ഈ കുറ്റം ചെയ്തതെന്നൊക്കെ വിനായകൻ പറയുകയാണ്. എന്നിട്ട് വേദയും മറ്റു രണ്ടുപേരും കൂടി പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്കിനി കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ വിനായകൻ ബാഗിൽ നിന്ന് വിളിക്കുകയാണ്, വേദ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഞാനാണ് അന്ന് അച്ഛൻ്റെ ബാഗിൽ മയക്കുമരുന്ന് വെച്ചത്, എന്നെക്കൊണ്ട് അത് ചെയ്യിച്ചാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആരാണ് ചെയ്യിച്ചതെന്ന് ചോദിക്കുകയാണ്. അത് വിക്രമിൻ്റെ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനാണ്. അപ്പോൾ എനിക്ക് അന്ന് സ്ഥലക്കച്ചവടത്തിൻ്റെ കാര്യങ്ങളായിട്ട് ഒരു 10 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ അത് വീട്ടാന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ആ പയ്യനെ പരിചയപ്പെടുന്നത്. അങ്ങനെ സ്കൂളിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് മയക്കുമരുന്ന് തന്നായിരുന്നു. അപ്പോൾ എന്നിട്ട് അവർ വലിയൊരു എമൗണ്ട് ഓഫർ ചെയ്തു. ആ എമൗണ്ടിൽ ഞാൻ വീഴുകയാണ് ചെയ്തത്. 2-3 ദിവസം ഞാൻ മയക്കുമരുന്ന് വെച്ച് നടന്നു, പക്ഷേ എനിക്ക് സ്കൂളിൽ എത്തിക്കാൻ പറ്റിയില്ല. പിന്നീട് അച്ഛൻ റിട്ടയർഡ് ആവുന്നതിൻ്റെ തലേദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, അത് മാഷിൻ്റെ ബാഗിൽ വെച്ചാൽ മതിയെന്നും അവിടെ നിന്ന് വിട്ടെടുപ്പിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഒരിക്കലും അച്ഛനെ വിക്രമിനെ ചതിക്കണമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല എന്ന് വിനായകൻ പറയുകയാണ്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം വിനായകൻ്റെ ചെകിടത്ത് ആ പോലീസുകാരൻ ഒരു അടി കൊടുക്കുകയാണ്. അപ്പോൾ നീ കുറ്റം ചെയ്തതിനല്ല ഞാൻ പറഞ്ഞത്, എങ്ങനെയാണ് സ്കൂൾ കുട്ടികളെ മയക്കുമരുന്നിന് അടിമകളാക്കാൻ നീ കൂട്ടുനിന്നല്ലോ എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് വേദ പറയുകയാണ്, അപ്പോൾ വിനായകനായിട്ട് അന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒഴിഞ്ഞല്ലോ, പക്ഷേ ആ കുറ്റം സ്വയം ഏറ്റെടുത്ത് സമ്മതിച്ച് നേറി കഴിയുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടെന്നൊക്കെ വേദ പറയുകയാണ്. അപ്പോൾ വിനായകന് സങ്കടം സഹിക്കാൻ വയ്യാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇനി കരഞ്ഞിട്ടൊന്നും കാര്യമില്ല വിനായകേട്ട, അപ്പോൾ എനിക്ക് അവിടെ വീട്ടിലുള്ള എല്ലാവരെയും അറിയിക്കണമെന്നൊന്നും ഇതില്ല, പക്ഷേ അച്ഛൻ്റെ മനസ്സിൽ ഇന്നും വിക്രം കുറ്റക്കാരനായിട്ടിരിക്കുകയാണ്. അച്ഛൻ്റെ വിക്രം തെറ്റുകാരനല്ലാന്ന് എനിക്ക് തെളിയിച്ചാൽ മതി, അതിന് ഞാൻ ഒരു അവസരം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സത്യങ്ങളും അച്ഛനോട് പറയണമെന്ന് വിനായകനോട് വേദ പറയുകയാണ്. എന്നിട്ട് അവരെല്ലാവരും കൂടി തിരിച്ചു പോവുകയാണ്. പക്ഷേ വിനായകൻ മാത്രം അവിടെ ഇരുന്നു കൊണ്ട് പൊട്ടി കരയുകയാണ്. കാരണം താൻ ചെയ്ത മഹാപാപം ഓർത്തുള്ള ഒരു കുറ്റബോധം കൊണ്ടാണ്. അത് കഴിഞ്ഞ് വേദയും വിനായകനും കൂടി ഓട്ടോയിൽ വന്ന് വീട്ടിലോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെ നന്ദിനി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അകത്തോട്ട് വന്നിട്ട് വേദ ചോദിക്കണം, എന്താ നന്ദിനിയേട്ടത്തി സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇവളെന്താ ഒരു കുശലാന്വേഷണം? തൊട്ട് പിറകെ വിനായകനും ഉണ്ടായിരുന്നു. അപ്പോൾ വിനായകൻ ഇവിടെ പറയുകയാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ട് വേദ അകത്തോട്ട് പോവുകയാണ്. അവൾ എന്താ പറഞ്ഞിട്ട് പോയത്? എവിടെയായിരുന്നു നിങ്ങൾ ഇതുവരെ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്തോ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രാവിലെയൊക്കെ പോയതല്ലേ, പിന്നെ എന്താണ് ഇപ്പം ഒരുമിച്ച് വരുന്നു, എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുകയാണ്. ഒരു സംഭവമില്ല, നിൻ്റെ കുശുമ്പ് കുന്നായ്മ ഒന്ന് നിർത്തിയത്, നിനക്ക് എല്ലാം തെറ്റിദ്ധാരണയുടെ പുറത്താണല്ലോ കാണുന്നത്. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല, നിങ്ങളെ വിശ്വാസം തന്നെയാണ്, പക്ഷേ എന്തിനാണ് പോയെന്ന് എന്നോട് പറഞ്ഞൂടെ? ഞാൻ എന്തിനാണ് പോകുന്നത്? വഴിയിൽ വെച്ച് വേദയെ കണ്ട് ഓട്ടോയിൽ കയറി ഇവിടം വരെ വന്നു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വിനായകൻ അകത്തോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വേദ നേരെ അടുക്കളയിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ എല്ലാവരും
മാഷൊക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ശ്രീജയ നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ ശ്രീജയുടെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ്, ശ്രീജേട്ടത്തി ഇവിടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു എന്ന് ചോദിക്കുന്നു. ഇല്ല വേദ, ഞാൻ അവതരിപ്പിച്ചില്ല, വേദയും കൂടെ വന്നിട്ട് അവതരിപ്പിക്കാൻ വിചാരിച്ചു. അപ്പോൾ എന്താണെന്ന് കമല ചോദിക്കുകയാണ്. അത് മറ്റൊന്നുമില്ലമ്മ, ഇന്ന് ഞങ്ങൾ ബാങ്കിൽ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് വിനായകനും നന്ദിനി അവിടേക്ക് വരികയാണ്. അപ്പോൾ നന്ദിനി ചോദിക്കണം, എന്താ ബാങ്ക് അക്കൗണ്ട് എടുക്കാനാണോ പോയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ലോണിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഒരു സംരംഭം തുടങ്ങുകയാണ് ശ്രീജേടത്തി. ഇപ്പോൾ ശ്രീ പ്രോഡക്ട്സ് എന്നാണ് അതിൻ്റെ പേരെന്നും പറയുകയാണ്. ഇപ്പോൾ പൊടി ഐറ്റംസ്, പിന്നെ എണ്ണ പലഹാരങ്ങൾ, അങ്ങനെയുള്ള വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ഒരു യൂണിറ്റാണ് നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് പറയുകയാണ്. അപ്പോൾ മാഷ് പറയുകയാണ്, നല്ല കാര്യമാണ് മോളെ ചെയ്യുന്നത്. അപ്പോൾ നന്ദിനി ചോദിക്കണം, ഇത്രയും വലിയ എമൗണ്ടൊക്കെ എടുത്തിട്ട് പിന്നെ ലോൺ അടയ്ക്കാൻ വന്നാൽ പിന്നെ അച്ഛൻ അടയ്ക്കേണ്ടി വരില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വേദ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ മുഴുവൻ എമൗണ്ട് എടുക്കുന്നില്ല, കുറച്ച് എമൗണ്ട് മാത്രം എടുത്താണ് ബിസിനസ് തുടങ്ങാൻ പോകുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മാഷും പറയുകയാണ്, അതാണ് നല്ല മോൾ, അഥവാ എന്തെങ്കിലും പാളിച്ച വന്നാലും നമുക്ക് ബാക്കി തുക കൊണ്ട് ഒപ്പിച്ച് തിരിച്ചടച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നന്ദിനി പറയുകയാണ്, മോട്ടിവേഷൻ സ്പീച്ചൊക്കെ കൊള്ളാം, പക്ഷേ തലയും കുത്തി ലോൺ എടുക്കുന്നവരെ കാണുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നന്ദിനിയെ മാഷ് വഴക്ക് പറയണം. നന്ദിനി എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്, അല്ല നിരുത്സാഹപ്പെടുത്തുകയല്ല വേണ്ടതെന്നൊക്കെ പറയുകയാണ്. പിന്നീട് നന്ദിനി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ശ്രീജ പറയുന്നുണ്ട്, അച്ഛാ വിശ്വയുടെ എല്ലാ കാര്യങ്ങളും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ കടകളിലൊക്കെ കൊണ്ടെത്തിക്കേണ്ട ചുമതല വിശ്വയുടെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കമല പറയുകയാണ്, അത് എൻ്റെ മോൻ ഇനിയെങ്കിലും നല്ലതാവും, അവനെ ആരും ഇനി കുറ്റപ്പെടുത്തേണ്ട എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇനി മോൾക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇനി നന്ദിനിയാണ് അതെല്ലാം ഏറ്റെടുക്കാനെന്ന് കമല പറയുകയാണ്. അപ്പോൾ മാഷ് ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഒരു അപേക്ഷയുടെ സ്വരത്തിൽ പറയുന്നത്? അപ്പോൾ മൂത്തയാളും ഏറ്റവും ഇളയ മരുമകളൊക്കെ അവരുടെ കാര്യങ്ങളും ബിസിനസ്സൊക്കെ നോക്കിയില്ല. അപ്പോൾ പിന്നെ വീട്ടിലിരിക്കുന്ന നന്ദിനിയല്ലേ അതൊക്കെ നോക്കേണ്ടത്. മാത്രമല്ല നന്ദിനിക്ക് ഇവിടെ വരവ് ചെലവ് കണക്കുകൾ ആരൊക്കെ എത്ര കൊടുക്കുന്നു കൊടുക്കുന്നില്ല എന്നൊക്കെ ഉള്ള കണക്കുകളൊക്കെ അറിയാമല്ലോ. അപ്പോൾ പിന്നെ നന്ദിനിയാണ് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് മാഷ് പറയുകയാണ്. അപ്പോൾ നന്ദിനി ഒന്ന് കിടന്ന് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ്, ഈശ്വര ഇനി ഞാൻ എൻ്റെ തലയിലെല്ലാം ആവുമോ എന്നുള്ള രീതിയിൽ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് വിക്രമ അവിടേക്ക് വരികയാണ്. അപ്പോൾ മാഷ് ചോദിക്കുകയാണ്, വേദ നിൻ്റെ ജോലിയൊക്കെ എങ്ങനെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ്. ജോലിയൊന്നും കുഴപ്പമില്ല അച്ഛാ, ഇപ്പോൾ ഞാൻ പുതിയൊരു കേസ് ഏറ്റെടുത്തിരിക്കുകയാണ്, അത് വളരെ പ്രധാനപ്പെട്ട കേസാണ്, നമ്മുടെ ശ്രീധരൻ തേരാട്ടിന് ഉള്ള കേസാണ്. അപ്പോൾ അദ്ദേഹം കേസ് കൊടുത്തിരിക്കുന്നത് മറ്റാർക്കുമല്ല, ശ്രീകാര്യ ശ്രീനിവാസനെതിരെയാണ്. അത് വലിയ കേസാണെന്നും ആ കേസിലെ സത്യങ്ങളൊക്കെ ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരുന്നൊക്കെ വേദ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മാഷ് പറയുകയാണ്, ശ്രീനിവാസനെതിരെ ഞാനും ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും ആരും വില പോകിയിട്ടില്ല. ഇപ്പോൾ നിയമത്തിൻ്റെ പിടി നിനക്കുള്ളത് കൊണ്ട് നിനക്ക് മുന്നോട്ട് പോകാമെന്നും മാഷ് പറയുകയാണ്. നീ എല്ലാ കാര്യത്തിലും ജയിച്ചു വരുമെന്നും മാഷ് പറയുകയാണ്. എന്നിട്ട് വിക്രം വേദയോടെ പറയണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഒന്ന് റൂം വരെ വരാനായിട്ട് പറയുകയാണ്. എന്നിട്ട് വേദയും വിക്രമും അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ആ സമയം മാഷ് പറയുകയാണ്, കമല നീ ഈ കുട്ടി വന്ന സമയത്ത് പറഞ്ഞിരുന്നില്ലേ വേദ ഈ വീടിൻ്റെ വിളക്കാണെന്ന്? അത് നിൻ്റെ നാക്ക് പൊന്നായിരുന്ന സമയത്താണ് പറഞ്ഞത്, അത് അച്ചട്ടായി വരികയാണെന്നൊക്കെ മാഷ് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നന്ദിനിക്ക് ഒട്ടും പിടിക്കുക, നന്ദിനി വളരെയധികം ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ശങ്കരനാരായണൻ്റെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ ശങ്കരനാരായണ ഭാര്യ പത്മവും ദീപ്തിയും ശ്രീകാന്ത് എല്ലാവരും കൂടെ ഇരുന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദീപ്തി പറയുകയാണ്, നമ്മുടെ ചേച്ചി ഇപ്പോൾ കേസൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ടല്ലേ, അവൾ ശരിക്കും ഇൻഡിപെൻഡൻ്റായി തന്നെ വരുന്നുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് നല്ലതാണെന്നൊക്കെ പത്മ അഭിപ്രായപ്പെടുന്നു. നിൻ്റെ അച്ഛനും അങ്ങനെ തന്നെ ആയിരുന്നു എന്നൊക്കെ പറയുകയാണ്. ആ പാരമ്പര്യമായിരിക്കും വേദയ്ക്കും കിട്ടിയിരിക്കുന്നതെന്നും പറയുകയാണ്. ഈ ശ്രീകാന്തിട്ട് വെറുതെ ഒരു കേസ് എടുത്ത് ഇട്ടതിലാണ് നമ്മൾ ആകപ്പാടെ നാണക്കേടായതെന്നൊക്കെ ദീപ്തി പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ദേഷ്യപ്പെടുകയാണ്, ദീപ്തി നീ മര്യാദയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാനൊക്കെ പറയുകയാണ്. അപ്പോൾ ശങ്കരനാരായണൻ പറയുകയാണ്, നീ അവളോട് എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? അവളുള്ള കാര്യമല്ലേ പറഞ്ഞത്, ആ കേസിൻ്റെ പേരിൽ കോടതിയിൽ നാണം കെട്ടെന്നൊക്കെ ശങ്കരനാരായണൻ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശ്രീകാന്ത് ദേഷ്യം വരികയാണ്. അപ്പോൾ ഞാൻ ചെയ്തത് നമ്മുടെ നല്ലതിനല്ലേ ചെയ്തത്, അവനെപ്പോലെ തെണ്ടിയെ കിട്ടി അവളുടെ ജീവിതം തുലയ്ക്കാനുള്ളതാണോ? അവളെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് ശ്രീകാന്ത് പറയുകയാണ്. അപ്പോൾ ദീപ്തി പറയുകയാണ്, അപ്പോൾ ഇനി നിങ്ങൾ കൊണ്ടുവരാനൊന്നും ശ്രമിക്കേണ്ട, ചേച്ചി പോയിട്ട് ഈ ഡിസംബർ 23 ഒരു വർഷം ആകാൻ പോവുകയാണ്, ഇനി എന്തിനാണ് ചേച്ചി കൊണ്ടുവരുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ചേച്ചി കൊടുക്കാനുള്ള ഭാഗവും കൊടുത്ത് വിടുന്നതാണ് നല്ലതെന്നും ദീപ്തി അഭിപ്രായപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്